Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ട് ഒരു സ്മൈലി ഇടാൻ മറന്നുപോയ അപ്പൊ വിളിക്കുള്ളൂ. ഞാൻ ഉറക്കത്തിലായിരിക്കും. രണ്ട് ഹാർട്ടിന്റെ സിമ്പിൾ വരണം. ഞാൻ പറയുന്ന രീതിയിൽ രണ്ട് ലവ് ചിഹ്നം വരണം. നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര മുമ്പ് ഡേറ്റ് ചെയ്തില്ല? ഇത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഞാൻ കോളേജിലാണല്ലോ, അപ്പൊ കോളേജിൽ എന്തായാലും പരിപാടി എന്നെ മാത്രമല്ലല്ലോ ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇംപ്രസ് ചെയ്യാൻ കുറെ ഷർട്ട് മേടിച്ചു കൊടുക്കുക, വെറോമോഡയുടെ ഷർട്ട് ടീഷർട്ട് ഒക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെ അതൊരു ആസ് എ പാർട്ട്ണർ അത് ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന എഫേർട്ടാണ്. ആ എഫേർട്ടിന് അതിൻ്റെതായ ഒരു ഫ്രൂട്ട് നമുക്ക് രണ്ടുപേർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും അത് ചെയ്തില്ലെങ്കിലും പലപ്പോഴും ഒരു പ്രശ്നം വരാറുമില്ല. ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാ. കുറെ നാളെ ഞാനിവിടെ ഡേറ്റ് ചെയ്യുമ്പോഴേ ഇവള് പറയുന്നത് ഞാനെപ്പോഴും നിന്റെ വീട്ടിൽ വരുമായിരുന്നു, സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് ആദ്യം ക്രഷ് ആരോടാ തോന്നിയ? ഞാനോ? പിന്നെ കുറെ നാൾ കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സോർട്ടഡ് ആയി. തന്നെ ഒരു വീട് റൺ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു. ആദ്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പക്ഷെ അഞ്ജു ഈ ഡിഫിക്കൽട്ട് ഫേസിലൂടെ പോകുമ്പോൾ ആദിത്യ, ഡിഡ് യു നോ ദാറ്റ് ഷി വാസ് ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ് ഇൻ ഹർ ലൈഫ്? അറിയായിരുന്നു അല്ലേ? പിന്നിലാവിൻ പൂവിടന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി പ്രേമസായുജ്യം. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇതിനു മുമ്പ് അഞ്ജു വന്ന ഒരു സീനേ അല്ല ഇന്ന്. ബീമിങ്, ബ്രൈറ്റ്, ഹാപ്പി, ചേർപ്പിംഗ് വിത്ത് her husband ആദിത്യ പരമേശ്വരൻ. ആൻഡ് ഒത്തിരി സന്തോഷം ടു വെൽക്കം ബോത്ത് ഓഫ് യു ടു ദ ഷോ. ഈ ക്യാരക്ടർ ആർക്ക് മാറി, പ്ലോട്ട് മാറി, സിറ്റുവേഷൻ മാറി, എല്ലാം മാറി. ഇറ്റ്സ് എ വെരി വെരി ഹാപ്പി സ്പേസ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ ദ ബോത്ത് ഓഫ് യു. ഞാൻ ആദിത്യയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് കല്യാണത്തിന് തൊട്ട് മുമ്പെയാണ് ഞാൻ കേൾക്കുന്നത്. ആൻഡ് അതിനുശേഷം ഞാൻ എല്ലാ റീൽസും വീഡിയോസും എല്ലാം കണ്ടത്. ഞാൻ അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചത്, അതായത് ഡിസംബർ 2024 തൊട്ട് ആഗ്രഹിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ സ്റ്റുഡിയോയിൽ ഒന്ന് പിടിച്ചിരുത്തണം. അത് ഫൈനലി സാധിച്ചു. സോ താങ്ക് യു ഫോർ മേക്കിംഗ് ഇറ്റ്. വാട്ട് ഈസ് ലൈഫ് ലൈക്ക്? ഞാൻ അഞ്ജുവിനോടല്ല ഇപ്പോൾ ചോദിക്കാൻ പോണത്, ഞാൻ ആദിത്യയോട് ചോദിക്കുന്നത്. ആദിത്യയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു ആദിത്യ പറയുന്നുണ്ട് ഈ സെലിബ്രിറ്റി ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇറ്റ് കൈൻഡ് ഓഫ് ഹിറ്റ് ഹിം ഹാർഡ്. കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ആൾക്കൂട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? ഇപ്പോൾ കുറച്ചുകൂടെ സോബർ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പം ഐ മീൻ ആളുകൾ മനസ്സിലാക്കും, റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ എന്നാലും അഞ്ജുവിൻ്റെ അത്രയും ഒരു ലൈം ലൈറ്റ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആണ്. ആ ടൈമിൽ ഉണ്ടായിരുന്നു. ഇപ്പം ആ ടൈമിൽ എല്ലാവരും ഒന്ന് ചോദിക്കാരും, മോൻ എന്തിനാ, മോനൊരു നല്ല മോനല്ലേ, മോൻ എന്തിനാ കരഞ്ഞത് അത് ആ കല്യാണത്തിന്റെ സമയത്താണോ പാട്ട് പാടി കരഞ്ഞത്? ഇപ്പൊ അതൊന്നും അത് കഴിഞ്ഞു. ആരാധിക അത് ആ പാട്ടും പോപ്പുലർ ആക്കി ആദിത്യ. ഞാൻ ഇവളുടെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണം, പച്ചക്കറി മേടിക്കണം, അതാണ് എന്റെ ആഗ്രഹം എപ്പോഴും. എനിക്ക് അതായത് നടന്നുപോയി തൊട്ടപ്പുറത്തെ കടയൊക്കെ ഇല്ലേ, ആ കടയിലൊക്കെ നടന്നുപോയി മുട്ട മേടിക്കുക, പാല് മേടിക്കുക, ഒക്കെ നിക്കറൊക്കെ ഇട്ട് പോയി മേടിക്കുക, അതായിരുന്നു എന്റെ സ്വപ്നം. സോറി, ആ സ്വപ്നം കണ്ട കിനാശ്ശേരി ആ ദിവസത്തിൽ ആ ടൈമിൽ കുറച്ച് ടഫ് ആയിരുന്നു. പോയി മീനൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പിന്നെ എല്ലാ ദിവസവും പോയി മീൻ മേടിക്കും. പിന്നെ ഞാൻ കേട്ടു മാനേജർ, ഐ മീൻ ടെക്നിക്കൽ സൂപ്പർവൈസറോ സപ്പോർട്ടോ സ്ട്രാറ്റജിക് അനലിസ്റ്റോ എന്തൊക്കെയാണ് വിത്ത് അഞ്ജു. ക്രിയേറ്റീവ് ഡയറക്ടർ. ടെൽ മീ അബൌട്ട് യുവർ റോൾ ഇൻ ഹർ ജോബ്. ലിങ്ക്ഡിനിൽ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഐ ആം ദേർ. ഇതിന്റെ വിഷ്വൽ സൂപ്പർവൈസർ, അതുപോലെ മെയിൻ ആയിട്ട് ആദ്യം കുറെ കാര്യം കോർപ്പറേറ്റ് പോളിസീസും അതുപോലെ ആഡ് ചെയ്തു ബാൻഡിനകത്ത്. കാരണം നമുക്കറിയാം ഇത് ഒരു ഫ്ലറിഷ് ചെയ്യാൻ പോകുന്ന ഒരു 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 എൻറ്റിറ്റി ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറെ ഗൈഡ് ലൈൻസ് വെച്ചു, ഡോക്യുമെന്റ്സ് വെച്ചു, പോളിസി ഡോക്യുമെന്റ്സ് ഉണ്ട്, കോൺട്രാക്ട്സ് ഉണ്ട്. ഈവൻ ഒരു ബാൻഡ് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു കോൺട്രാക്ട് ഉണ്ട് രണ്ട് പാർട്ടീസ് തമ്മിൽ. പിന്നെ HR പോളിസി ഉണ്ട്,
ഹോസ്പിറ്റാലിറ്റി, ഗേൾസ് ഉണ്ട് ആ ബാൻഡിനകത്ത്. ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ. ഫെസ്റ്റിവൽ റൈഡർ ഉണ്ട്, അതായത് ഈ പള്ളി അമ്പലം പരിപാടികൾക്ക് പോകുന്നതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി റൈഡർ ഉണ്ട്. അതിനകത്ത് ഈവൻ മറ്റേ സെക്ഷൽ ഹറാസ്മെന്റിനൊരു ഇതുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേർക്ക് ദേ ഷുഡ് ഫീൽ സേഫ്, നോ, ആ അത് ഉണ്ടാവണം. ഓക്കെ. ഇപ്പൊ 5 പലതവണ പല ക്ലയൻസിനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, "ദേ ചേട്ടാ, നമ്മൾ ഇതൊരു കോർപ്പറേറ്റ് സെറ്റപ്പ് ആയിട്ടാണ് നടത്തുന്നത്, ഇതിനകത്ത് നെഗോഷിയേഷൻസ് അങ്ങനെ പള്ളിയിലെ അമ്പലത്തിലെ അസോസിയേഷൻ." അപ്പൊ ഞാൻ നൈസ്, അപ്പൊ നിങ്ങൾ അല്ല ഇത് സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു കോൺട്രാക്ട്, കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വേണം നമ്മൾ നമുക്ക്. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന ഇത് ഇതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കോർപ്പറേറ്റ് തന്ത്രങ്ങൾ മെനഞ്ഞതാ. And how has life changed for you, Anju? ലൈഫ് ഇസ് സോ ഗുഡ്. Tell me more. ലൈഫ് ഭയങ്കര ഈസി ആയി. ഒരു മേജർ ചേഞ്ച് പറയുകയാണെങ്കിൽ, ഞാൻ കുറേ വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്, പക്ഷെ നോബഡി വെയിറ്റ്സ് ഫോർ us, നോ. പിന്നെ അത് വേറൊരു ഫീലിംഗ് ആണ്. ഫ്രണ്ട്സുകളുടെ വീട്ടിൽ നമ്മൾ പോകുന്നത് ഒരു ഇതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസമായി. അപ്പോൾ ഷോക്ക് പോയിട്ട് 2 മണി 3 മണിക്ക് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് വാതിൽ തുറന്ന് കയറുന്നു, എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നു, കുളിക്കുന്നു, കിടക്കുന്നു, ഇത് തന്നെ. നൗ ഐ ക്യാൻ കം ബാക്ക് ഹോം ടു someone who is my home. So that is a pretty good feeling. Everybody should have something like that. ഈ ഹോം ഇസ് എ പേഴ്സൺ എന്ന് പറയുന്ന പോലെ. Exactly. Finally I'm home. നൈസ് നൈസ്. അതിന് തന്നെ ഇമോഷണൽ സാധനമൊക്കെ പറഞ്ഞു. ഇല്ല, ട്രെയിനിങ് വേറൊരു ലെവലിൽ നടത്തുന്നുണ്ടല്ലോ, പാട്ട് പാടുന്ന ട്രെയിനിങ്. ട്രെയിൻ ചെയ്യും. കാരണം മ്യൂസീഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ചേട്ടൻ ചേച്ചിയുടെ കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിച്ചാൽ നല്ലതായിരിക്കും, അപ്പോൾ നോക്കി പഠിച്ചോ, കേട്ട് പഠിച്ചോ എന്നൊക്കെ പറയും. കാരണം ഇവൾക്ക് കുറെ ലിപ്ട്രൽസും ഇല്ല, നീ ഒരു നമുക്ക് വോക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെയിലി അത് ചെയ്യും. ഡെയിലി റുട്ടീൻ ഉണ്ട്. ആദ്യത്തേക്ക് വോക്കൽ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യ്. അപ്പൊ ഞാനൊരു സർജറിക്ക് മുന്നേ ഒരു 2 months പ്രോപ്പർ ആയിട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഒരു വോക്കൽ സിഗ്നേച്ചർ നല്ല മാറി. അപ്പൊ ഈ റീൽസ് പരിപാടി എന്നാ തുടങ്ങിയത്? റീൽസ് പരിപാടി റാൻഡം ആയിട്ട് ഏതോ ഒരു ദിവസം പാടാനായിട്ട് വിളിച്ചു. അപ്പൊ ഒന്ന് പാടി. ഏത് പാട്ടാണ് ആദ്യം പാടിയത്? ഏതോ പാട്ട്. പിന്നെ അത് നമുക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് അതിന്. അപ്പൊ നമ്മൾ ഇത് കൊള്ളാലോ, ഇത് കേൾക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ പാടുന്നുണ്ട്, നന്നായിട്ട് പാടും. ഇപ്പൊ നല്ല പിക്കപ്പ് ആണല്ലോ, അടിപൊളിയായിട്ട് പാടും. അതിന്റെ പാടും. നിങ്ങൾ രണ്ടുപേരും എന്ത് കൂളായിട്ടാ പറയണല്ലേ, ഒരു ടെൻഷനില്ല. ഇപ്പൊ നമ്മളിങ്ങനെ കാറിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പാട്ട് പാടണമെന്ന് വിചാരിക്കും. പിന്നെ ഇവളെ കിട്ടത്തില്ല, ഇവളെ ഒരു 2 weeks കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ പാട്ട് തന്നെ മറന്നു പോകും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഓർക്കുമ്പോ എഴുതി വെക്കും, ഈ പാട്ട് അടുത്ത് പാടണം, ഈ പാട്ട്. ഫോണിലില്ല, ഇപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി വെക്കും. അതായത് ഈ പാട്ടായിരിക്കും നമ്മുടെ അടുത്ത ഒരു പാട്ട് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചാൽ റീൽ ഇറക്കാനുള്ള പാട്ട്. റീലിന്റെ കാര്യത്തിൽ ആരാ കൂടുതൽ എന്തൂസിയാസ്റ്റിക്, ആദിത്യയാണോ അഞ്ജു ആണോ? ഓക്കെ, പക്ഷെ സപ്പോർട്ടിംഗ് റൂൾ ഉണ്ട്. പക്ഷെ പാടാൻ മടിയൊന്നുമില്ല, ഒരു മടിയില്ല. അത് എന്ത് മടുത്തിരിക്കുവാണെങ്കിലും വന്ന് പാടും. ഇപ്പൊ ഇന്നലെ ആക്ച്വലി നമ്മുടെ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം അതിനകത്ത് പാടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മടുത്ത് തീർന്നിരിക്കുക, ജോലി മീറ്റിംഗ്സും എല്ലാം കഴിഞ്ഞിട്ട് മടുത്തിരിക്കുക. 5:30 എൻ്റെ കൂടെ ഞാൻ പറഞ്ഞാ, നീ വന്നാൽ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കായിരുന്നു, സ്റ്റുഡിയോയിൽ ടൈം ഉണ്ടെന്ന് പറഞ്ഞു, നോക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇറങ്ങി പോകുന്നു. This is what I love about Aditya. He couldn't do it yesterday. കാരണം മടുത്തിരിക്കുക. അപ്പം പാടാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്, ഹി ഈസ് ടു ടയർഡ് ടു ഡു ദിസ് എന്നുള്ള. റെക്കോർഡിങ്സ് ഉള്ള ദിവസം നമ്മൾ ടയർഡ് ആയിട്ട് ചെന്നാൽ അത് വോയിസിൽ കാണിക്കും. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹിൽ മേക്ക് എൻ എഫേർട്ട് എല്ലാത്തിലും. ഞാൻ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയും, ആദിത്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഹിൽ മേക്ക് എൻ എഫേർട്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം. അല്ലാതെ നമ്മൾ ഞാൻ കുറച്ചും കൂടെ വോക്കൽ ആവാനും തുടങ്ങി. എൻ്റെ നീഡ്സ് എന്താണ്, എൻ്റെ ബൗണ്ടറീസ് എന്താണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. സോ ഐ വിൽ മേക്ക് ഷുവർ ഇത് ഒരാൾ മറ്റേ ഗണിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഊഹിച്ച് കണ്ടുപിടിക്കണം, ആ പോളിസി ഞാൻ വിട്ടു. എനിക്ക് ഇന്നതാണ് വേണ്ടത്, സോ യു ഗിവ് മീ ദാറ്റ്. അത് ഞാൻ പറയും, പറഞ്ഞാൽ ഹിൽ മേക്ക് എൻ എഫേർട്ട്. വാട്ട് ഈസ് എ റിക്വസ്റ്റ് യു മേഡ്? എപ്പോഴാണ് ഇങ്ങനെ ഒരു ബൗണ്ടറി സെറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു നീഡിന്റെ കാര്യം പറഞ്ഞത്? ആദിത്യക്ക് അത് മനസ്സിലായോ വെൻ ഷി സെഡ് ദാറ്റ്? കാരണം പലപ്പോഴും ആണുങ്ങൾക്ക് ബൗണ്ടറി പറയുമ്പോൾ അതൊരു റിജക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇനി സ്പേസിന്റെ കാര്യം, അവൾക്ക് ചിലപ്പോൾ സ്പേസ് വേണ്ട ടൈംസ് ഉണ്ട്.
അപ്പൊ ഞാൻ അവളെ മുറിക്കകത്തിരിക്കുവാണെങ്കിൽ ആ മുറിക്കകത്ത് ഇരുന്നോട്ടെ. ബിക്കോസ് അവൾക്ക് ആ ഒരു വലിയ ക്രൗഡിനെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ അവൾക്ക് ആ ഒരു സ്പേസ് വേണമെന്ന് അവൾ എന്നോട് വോക്കലി പറയും. ആദ്യമൊക്കെ ഇവള് വിചാരിച്ചു ഞാനിതെല്ലാം നോക്കി കണ്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായി ഈ ഒരു കേസിൽ. അപ്പൊ പിന്നെ പുള്ളിക്കാരിയുടെ കുറച്ച് രീതികളുണ്ട് അവൾ കുറെ നാളായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അത് മോശമാണെന്നല്ല, പക്ഷെ അവളുടെ ഒരു സസ്റ്റൈനൻസിന് വേണ്ടി അവൾ ഉണ്ടാക്കിയെടുത്ത ഒരു റുട്ടീനാണ്. ലൈക്ക് ഇപ്പൊ എനിക്കൊരു ഷോ കഴിഞ്ഞിട്ട് വന്നാൽ നമ്മൾ ബാക്ക് ടു ബാക്ക് ഷോസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഭയങ്കര നോയ്സ് ആയിരിക്കും തലയില്. തിരിച്ചു വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ബാൻഡിൽ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി, തിരിച്ചു വരുമ്പോൾ പീപ്പിൾ തിങ്ക് ദാറ്റ് നമ്മൾ തിരിച്ചു വന്നിട്ട് വിൽ ബി പാർട്ടി. നോ, നമുക്ക് സൈലൻസ് ആണ് വേണ്ടത്. വി ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എനിവൺ. നമ്മൾ അങ്ങോട്ട് പോകുന്ന എനർജിയിലായിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്നത്. വി ഹാവ് എന്താ പറയുക, എല്ലാ സാധനവും നമ്മൾ അവിടെ കൊടുത്തു, എല്ലാം കൊടുത്തു. അഡ്രിനാലിൻ റഷ് ഇങ്ങനെ കൂടി തന്നെ ആയിരിക്കും നിൽക്കുന്നത്. വി കനോട്ട് സ്ലീപ്പ് അറ്റ് ദാറ്റ് ടൈം. ആ ഒരു 2-3 മണിക്കൂർ ഉറങ്ങാനും പറ്റത്തില്ല ഇതിങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പോലും വയ്യ. ബാൻഡിലും ആരും നമ്മൾ മിണ്ടത്തില്ല. സോ വെൻ ഐ കം ബാക്ക് എവ്രിബഡി വോണ്ട് സൈലൻസ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ഡ്രമ്മർ അഖിൽ എന്ന് പറഞ്ഞ എൻ്റെ ഡ്രമ്മർ, അവൻ യൂഷ്വലി ഭയങ്കര പാട്ടൊക്കെ കേട്ട് ഭയങ്കര ലൗഡായിട്ട് പോകുന്ന ഒരാളാണ്. അഖിൽ പോലും ഷോ കഴിഞ്ഞിട്ട് വണ്ടി കയറി കഴിഞ്ഞ് ആരെങ്കിലും പാട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ചേട്ടന്മാരെല്ലാം പാട്ട്, ചേട്ടാ പാട്ടൊന്ന് നിർത്താവോ ചേട്ടാ, വി ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു എനിത്തിങ്. കാരണം അത്രയും ഒച്ചയും എനർജിയും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സോ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഐ നീഡ് മൈ സ്പേസ്. And what did you do? അറിയാത്ത സമയത്ത് ആദ്യം അറിയില്ലായിരുന്നു. അപ്പൊ അവനെ തോണ്ടി പുറകെ വരും. അവൻ ഔട്ട് ഓഫ് ലവ് ആണ്. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഗോൾഡൻ റിട്രീവർ എനർജിയാണ്. അവൻ എപ്പോഴും പുറകെ വരും. കാരണം എനിക്കും 2-3 ദിവസമായിട്ട് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനും നെക്സ്റ്റ് ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ഇവക്കാണെങ്കിൽ ഇവളെപ്പോഴും പറയും വിരലിന്റെ അറ്റം വരെ പെയിൻ കാണും ഷോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ. അപ്പൊ ഞാനത് ആദ്യം ഇവൾ തമാശയായിട്ട് പറയുന്നുള്ള രീതിയിലിരിക്കും. ഞാന് ആദ്യത്തെ അതുവരെ നമ്മുടെ കൂടെ ഷോ കാണാൻ ട്രാവൽ ചെയ്ത് വരത്തില്ല. മേ ബി ഇപ്പൊ കോഴിക്കോടാണ് ഷോ എങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. ഷോന്റെ അന്ന് രാവിലെ പോകും. അവിടെ എത്തുന്നു, സൗണ്ട് ചെക്ക് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, ഷോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടൊരു വന്നു കുളിച്ചു വണ്ടി കയറി നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ റുട്ടീൻ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 4 മണി 5 മണിയാകും. അപ്പൊ 24 hours ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ പോകുന്നത് തിരിച്ച്. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അവന് സ്കെഡ്യൂൾ അറിയില്ല എന്താന്നുള്ളത്. So I took him for 1 or 2 gigs. മതിയായി. He understood the schedule. എന്നെ പാടാൻ കൊണ്ടുപോയി. കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയപ്പം ഒന്നാമത് ഭയങ്കര ലൈറ്റ്, ഭയങ്കര സൗണ്ട്, അതിന്റെ കൂടെ എനിക്കാണ് മൈഗ്രെയിൻ വരും. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ മൈഗ്രെയിൻ വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം മൈഗ്രെയിൻ. അപ്പൊ ഞാൻ ഉള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം നമുക്ക് ആരോട് മിണ്ടാൻ പോലും താല്പര്യം ഉണ്ടാകത്തില്ല. സോ ആ ഒരു സ്പേസ് പറഞ്ഞു കഴിഞ്ഞപ്പോ he'll totally understand that. That's so sweet. And he'll make an effort. വേറെ ആരും അതിനകത്ത് എൻ്റെ ആ സ്പേസിനകത്ത് ചൊറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പൊ ആദിത്യയുടെ കാര്യത്തില് ഹൗ ഹാവ് യു മേഡ് an effort? ഇപ്പൊ ആദിത്യയുടെ നീഡ്സ് അല്ലെങ്കിൽ ആദിത്യയുടെ റിക്വയർമെന്റ്സിൽ ഹൗ ഹാവ് യു മേഡ് ദാറ്റ് എഫേർട്ട്? അതിപ്പോ നീ തന്നെ പറയണ്ടേ? നിന്നോടല്ലേ ചോദ്യം ചോദിച്ചത്? നീ പറഞ്ഞു. നിന്റെ സൈഡിലല്ലേ പറയണ്ടേ അതിനകത്ത്? ആദിത്യ ഇതുപോലെ പറയാറുണ്ടോ? പറയില്ലേ? ഒട്ടും വോക്കലല്ല. ആണോ? ആദിത്യയുടെ നീഡ്സ് ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഒട്ടും വോക്കലല്ലാത്ത ഒരാളാ നീഡ്സിന്റെ കാര്യത്തില്. അല്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ഇപ്പൊ ഞാൻ സാധാരണ ഇതിനെതിര് പറയേണ്ടതാണല്ലോ, ഇവിടെ എതിരൊന്നും പറയത്തില്ല ഒരിക്കലും. ഇപ്പൊ ഞാനിപ്പോ പറയുക നമുക്ക് ഈ ഫുഡ് ഓർഡർ ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയാലോ, നമുക്കിത് ചെയ്താലോ, അല്ലെ ഞാൻ കളിക്കാൻ പോകുന്ന അങ്ങനെ സംഭവം, അല്ലെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വേണ്ട എന്നോട് പറയും. പക്ഷെ ഇവിടെ നീ പൊക്കോ. അപ്പൊ എനിക്ക് ഡൗട്ട് അടിക്കും. അവൻ കല്യാണം കഴിച്ചൊന്നും കരുതിയിട്ട് അവന്റെ രസങ്ങൾ എന്തിനാ അവനില്ലാന്ന് വെക്കുന്നത് അല്ലേ? സോ ആ ഒരു കൺട്രോൾ ഒട്ടും തന്നെ ഇതിപ്പോ പുതിയതായിട്ട് വർക്ക് ചെയ്ത തെറപ്പിയിലൂടെ ഉണ്ടാക്കിയതാണോ? ഓർ വർ യു ഓൾവേസ് ദിസ് ലിബറൽ വിത്ത്? നമ്മള് തുടക്കം തൊട്ട് ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ രണ്ടുപേരുടെയും സ്പേസ് രണ്ടുപേരും കൊടുക്കുമായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കത്തില്ല. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കളിക്കാൻ പറ്റും, കളിക്കാനും ഇഷ്ടമല്ല. ഇവരുടെ കൂടെ ഒക്കെ പോകും ആണ്ടി സംക്രാന്തിക്കൊക്കെ. പക്ഷെ അല്ലാതെ
എനിക്കങ്ങനെ Interest ഇല്ലാത്ത കാര്യം. ഇപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് വൺസ് ഇൻ എ വൈലൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അല്ലാതെ ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ക്ഷമയോ ഇതൊന്നും എനിക്കില്ല. അപ്പൊ ഇവർക്ക് IPL വന്നാൽ പിന്നെ വൈകിട്ട് 6:30 തൊട്ട് എന്നും എന്തെങ്കിലും ഒരു സാധനം കാണും. ടെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ടെസ്റ്റ് ഡേറ്റ് ചെയ്യുന്നത് ഏതോ സമയത്തും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ, അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന ദിവസം സാധാരണ ഇവന്മാരൊന്നും ഒരിക്കലും രാവിലെ 5:30 എഴുന്നേക്കത്തില്ല. ഒരു ദിവസം രാവിലെ 5:30 എഴുന്നേറ്റ് അത് ഓസ്ട്രേലിയയിലെ മാച്ച് നടക്കുമ്പോ ടെസ്റ്റ്. അപ്പൊ ഓസ്ട്രേലിയൻ ടൈമിംഗ് ആണ്. അപ്പൊ ഞാൻ ഇത്രയും ഇഷ്ടമാ ക്രിക്കറ്റ്, അപ്പൊ ലെറ്റ് ദം ഡു അവരുടെ തിങ്. നിങ്ങളുടെ രണ്ടുപേരുടെ അടി എന്തുമായിരുന്നു ആദ്യത്തെ? ഓർമ്മയില്ല, പഴയ പോലെ ഓർമ്മ. അടിയിട്ടാൽ ആരാദ്യം പാച്ചപ്പ് ചെയ്യുന്നത്? അയച്ചൂടാ. അഞ്ചു നിനക്ക് ഇത്ര വാശിയുണ്ടോ? പിന്നെ ഞാൻ വാശിക്കാരിയാ, കുഞ്ഞിലേ ഞാൻ വാശിക്കാരിയാ, പിടിച്ചോടത്ത് നിൽക്കും. ഓ, എന്നാ പിന്നെ പ്രശ്നമില്ല. ആണുങ്ങൾക്ക് വാശിയില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇല്ല, ഒട്ടും വാശിയില്ലാത്ത ആളാ. ഇടയ്ക്ക് വല്ലപ്പോഴും കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ ടച്ച് കൊടുത്തേമേ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ ഒരു മേജർ വഴക്ക്. കാരണം അപ്പൊ എനിക്കും ദേഷ്യം വരും. ഇവനും ദേഷ്യം വരുന്ന ഒരു വഴക്കേ ഉള്ളൂ. ഒരു വർഷത്തെ ഒരിക്കൽ കാണും. വർഷത്തിൽ ഒരിക്കലും അത്രയും വരത്തുള്ളൂ. വർഷത്തിൽ ഒരിക്കല അതിന്റെ ഒരു പാറ്റേൺ. അത് നമ്മളിങ്ങനെ വഴക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ മൂർച്ഛിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും പറയും ഓക്കെ ടൈം ഔട്ട്, അപ്പൊ നിർത്താം, എന്നിട്ട് എന്നിട്ട് ഇറങ്ങിപ്പോ. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇതിപ്പോ പലപ്പോഴും എന്താ പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കുണ്ടായി ഒരാൾ ബാക്ക് ഓഫ് ചെയ്യാതിരിക്കുമ്പോഴാണ് അതൊരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കയറി പോകുന്നത്. ടൈം ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ സെറ്റിലായി പിന്നെ അപ്രോച്ച് ചെയ്താൽ മതി. ഒരു പെർസ്പെക്റ്റീവ് വരും നമ്മൾ രണ്ടുപേർക്കും. അത് നമ്മുടെ നല്ലൊരു ഇതാ. നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കും ആ വഴക്കിനകത്തുനിന്ന്. ബ്രേക്ക് എടുത്ത് അപ്പൊ നമ്മളൊരു വീട്ടിൽ തന്നെയാണല്ലോ, പക്ഷെ എന്നാലും നമ്മൾ ചിരി വരും കുറച്ചു നേരം കഴിയുമ്പോ. ദേശത്തിന്റെ ഇടയ്ക്കും ചിരി വരും. ഭയങ്കര സിവിലാണല്ലോ. പക്ഷെ നമുക്ക് വി ഹാവ് സർട്ടൻ റൂൾസ് ഈ വഴക്കിന്റെ കാര്യത്തില്. ഒന്ന്, നമുക്ക് എപ്പോ വേണമെങ്കിലും ടൈം ഔട്ട് വിളിക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത്, പറ്റുവാണെങ്കിൽ ആ ദിവസം തന്നെ തീർക്കും വഴക്ക്. വളരെ റെയറായിട്ടേ പിന്നെ നമുക്ക് മിണ്ടാൻ അവസരമില്ലാത്ത ദിവസങ്ങളിലായിരിക്കും, നേരമില്ലാത്ത ദിവസങ്ങളിലാണ് ഇത് 1-2 ദിവസം ആയി പോകുന്നത്. അതുപോലെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയതുകൊണ്ടും അല്ലാതെ ഷോസ് മാത്രമല്ല, ഇപ്പം ആദ്യത്തെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയി യാത്ര ചെയ്യുന്നുണ്ട് ജോലി സംബന്ധമായിട്ട്. അപ്പോൾ ഡു യു ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ കണക്റ്റഡ്? ലൈക്ക് ആശാ ശരത്ത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മെസ്സേജ് കാണും, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ്. ഹി വിൽ സ്റ്റേ ആൻഡ് ഷീ കീപ്സ് കോളിങ് ഹിം ത്രൂ ഔട്ട് ദ ഡേ. അപ്പോൾ ദേ സ്റ്റേ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. Is that a big part of managing a relationship which is so? നമ്മളും ചെയ്യും. രാവിലെ തന്നെ മെസ്സേജ് അയക്കും. എന്നിട്ട് രാവിലെ മെസ്സേജ് അയക്കുമ്പോൾ ഉറക്കത്തില് ഒരു ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ട് ഒരു സ്മൈലി ഇടാൻ മറന്നുപോയാൽ അപ്പൊ വിളിക്കുള്ളൂ. സ്മൈലി ഇടാതെ ഞാൻ ഉറക്കത്തിലായിരിക്കും. ഹാർട്ടിന്റെ സിമ്പിൾ വരണം. ഞാൻ പറയുന്ന രീതിയിൽ 2 ലവ് ചിഹ്നം വരണം. ലവ് ചിഹ്നം വരണം. ആ ലവ് ചിഹ്നം സ്ഥിരം അയക്കുന്നതാ. അതെന്തല്ലോ അപ്പൊ ലവ് ചിഹ്നം ഇട്ടില്ലെങ്കിലുള്ള അർത്ഥം എന്താ? മൂഡ് ശരിയല്ല എന്നുള്ളതല്ല. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു നോക്കി, എന്താ ലവ് ചിഹ്നം ഇല്ലാത്ത എന്താന്ന്, അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്താ ലവ് ചിഹ്നം ഇല്ലാത്ത നിൽക്കുമ്പോ തന്നെ ഒരു 3-4 ലവ് ചിഹ്നം. അപ്പൊ ഓക്കെ. പിന്നെ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു നല്ല ഒരു നല്ല ഒരു ഹാബിറ്റാണ്. എവിടെ പോയാലും ചുമ്മാ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ അതിന്റെ മെസ്സേജ് അയക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് പോകുക, ഞാൻ ഇന്നടത്ത് എത്തിയിട്ടുണ്ട്, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ പണ്ട് ഓർക്കും എന്തിനാ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്? കാരണം എന്റെ പേരൻസ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യത്തില്ല. അവര് തമ്മിൽ അവരെവിടെയൊക്കെ പോയാൽ ദിവസത്തിൽ ഒരിക്കൽ വല്ല അപ്ഡേഷൻ ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവള് ഇപ്പൊ ഞാൻ കുറെ അപ്ഡേറ്റ് ചെയ്യത്തില്ലായിരുന്നു ആദ്യം. പക്ഷെ ഇവള് കറക്റ്റ് ആയിട്ട് തിരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഞാനും അപ്ഡേറ്റ് ചെയ്യും. വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പാർട്ട്ണർ ടു നോ ദാറ്റ് ഞാൻ ഇന്നടത്തുണ്ട്. ഇപ്പൊ എന്റേത് മേ ബി ചിലപ്പോ ഒരു ഇച്ചിരി ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം ഞാൻ എവിടാന്നുള്ള ഇതിലാണ് എന്റെ. അതൊരു സേഫ്റ്റി പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ്. നീ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ബാരക് ഒബാമയുടെ ആ ഒരു കേസ്? മിഷേൽ ഒബാമയ്ക്ക് അയാൾക്ക് മെസ്സേജ് അയക്കാമെങ്കിൽ നിനക്ക് എന്താ മെസ്സേജ് അയച്ചാലെന്ന്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പുള്ളി എപ്പോഴും മെസ്സേജ് അയക്കും. ശരിയാ, കാരണം അതൊരു ചെറിയൊരു ഒരു 1 or 2 സെക്കൻഡ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ കീപ്പിംഗ് യുവർ പാർട്ട്ണർ അപ്ഡേറ്റഡ്, എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മള് ഞാനില്ലാതെ ഓഫീസിന്റെ ഇവരെല്ലാരും കൂടി ഡിന്നറിനും ഒക്കെ പോകാറുണ്ട്. പിന്നെ ഒരു ആവശ്യമില്ല അവിടെ നിന്ന് എന്നെ വീഡിയോ കോൾ വിളിക്കേണ്ടത്. ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ്
ഒരു വീഡിയോ കോൾ എനിക്കുണ്ടാകും. ഇതുപോലെ തന്നെ ഷോയ്ക്ക് കയറുന്നതിന് മുന്നേ ഞാൻ മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായെന്ന് എനിക്ക് തന്നെ തോന്നിയ അപ്പം തന്നെ തോന്നും, അത് വേറെ കാര്യം, അപ്പം തന്നെ വിളിക്കും. ഹലോ, ഇച്ചിരി എക്സ്ട്രാ ബ്യൂട്ടി ഉണ്ട്, അത് കാണിക്കാനായിട്ട്. അല്ല, ബേസിക്കലി അതൊരു ആസ് എ പാർട്ട്ണർ അത് ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന എഫേർട്ടാണ്. ആ എഫേർട്ടിന് അതിൻ്റെതായ ഒരു ഫ്രൂട്ട് കിട്ടും. നമുക്ക് രണ്ടുപേർക്കും ഈ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്ക്. അത് ചെയ്തില്ലെങ്കിലും പലപ്പോഴും ഒരു പ്രശ്നം വരാറുമില്ല, ഓടും. ഓടും. പക്ഷെ എന്നാലും ചെയ്യുന്നത് കൊണ്ട് സാധനമേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലും ഐ മേക്ക് ഷുവർ ദാറ്റ് അവളും കഴിച്ചോന്ന് ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പൊ അവൾക്ക് തിരക്കായിരിക്കും. ഇപ്പൊ എനിക്കെന്താ, ഞാൻ ഓഫീസിലൊക്കെ തിരക്കിനകത്ത് നിൽക്കുമായിരിക്കും, അപ്പോൾ അവള് വിളിക്കും, നീ കഴിച്ചായിരുന്നോ എന്ന് വിളിച്ചു ചോദിക്കും. അത്ര ചോദിക്കത്തുള്ളൂ, അത്രേ ചോദിക്കത്തുള്ളൂ. എന്നിട്ട് വെക്കും ഫോൺ. അല്ലാതെ അതിക്കുള്ളൊന്നും ഇല്ല, That's a വിളിക്കുക way of saying that I'm thinking about അത്രേ you. ഉള്ളൂ. Exactly. You know, when people get married initially, like it's not about marriage or dating or living together. പക്ഷേ ഒരു വീട്ടിനകത്തെ ലോജിസ്റ്റിക്സ് വരുമ്പോഴാണ് പലപ്പോഴും ഒരു മിസ്മാച്ച് ഉണ്ടാവുക. ആരേത് ജോലി നോക്കുന്നു, ആരെത്ര ലോഡ് എടുക്കുന്നു, ആരെത്ര ഷെയർ ചെയ്യുന്നു, അൺഈവൻ ആയിട്ടുള്ള ഒരു ലോഡ് ഉണ്ടോ? ഹൗ ഡു യു നാവിഗേറ്റ് ദിസ്? നമ്മള് താങ്ക്ഫുള്ളി ആദ്യം തൊട്ടേ നല്ലോണം ജോലി ചെയ്ത് ശീലമുള്ള ഒരാള്. ഒറ്റയ്ക്ക് കുറെ താമസിക്കുന്നതുകൊണ്ട് ഹി കുക്സ്, ഹി ക്ലീൻസ്, ഇതെല്ലാം ഉണ്ട്. സെൽഫ് സഫിഷ്യൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ആദിത്യയുടെ അമ്മയും ഗിരിജാൻഡിക്കും ഉണ്ട് ഒരു വലിയൊരു പങ്ക്. രണ്ട് വർക്കിംഗ് പേരൻസ് ആണ്. അപ്പം രാവിലെ പറഞ്ഞിട്ട് പോയാൽ ഞാൻ അതെല്ലാം ചെയ്തു നോക്കും. അപ്പോൾ സോ ഹി നോസ്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ എൻ്റെ രീതിക്കല്ലാത്ത ചില സാധനങ്ങൾ, വൃത്തിയാക്കൽ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എനിക്ക് പറയേണ്ടി വരത്തുള്ളൂ. ഇപ്പോഴും ഒരിക്കലും ഇപ്പം ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് വിരിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എടാ ഒന്ന് വിരിച്ചേക്കണേ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ്, ഇപ്പം ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എടാ അതായിട്ടില്ല ഒന്ന് വിരിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ അത് വിരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാനായിരിക്കും കുക്ക് ചെയ്യുന്നതെങ്കിൽ ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന നമ്മൾ ഒരുമിച്ചായിരിക്കും ലഞ്ച് കഴിക്കുന്ന പാത്രം പോലും കഴുകാൻ സമ്മതിക്കത്തില്ല. ഐ ഡോണ്ട് ലൈക്ക് സമൺ എൽസ് വാഷിംഗ് മൈ എൻ്റെ കഴിച്ച പ്ലേറ്റ് കഴുകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവനത് എടുത്തുകൊണ്ട് പോയി കാരണം അവളാ മറ്റേ എഫോർട്ട് ഇട്ടല്ലോ, അപ്പൊ ഞാൻ ബാലൻസ് ചെയ്യണം. പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ ഇതിപ്പോ ഇവള് പറഞ്ഞപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. ശരി, അതാണ് നമുക്ക് അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ട്, പറഞ്ഞിട്ടില്ല. ശരിയാ, പറയാതെ തന്നെ ചെയ്യുന്ന സാധനങ്ങളാ. കാരണം ഇതെനിക്ക് അതിശയം തോന്നുന്നത്. എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചപ്പോൾ അവള് വീട്ടിലിരുന്നിട്ട്, അവളുടെ ഹസ്ബൻഡ് ബോംബെയിലായിരുന്നു, പക്ഷെ അവള് വീട്ടിലിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാണ്. വെജിറ്റബിൾസും ഗ്രോസറീസ് എല്ലാം എൻ്റെ അടുത്തിരുന്നിട്ട് ഓർഡർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്യുന്നത്? പുള്ളിക്കാരൻ അവിടെയല്ലേ, പുള്ളിക്കാരൻ ഓർഡർ ചെയ്യൂലേ വീട്ടിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ. പുള്ളി പറഞ്ഞു, അല്ല ഞങ്ങൾ എല്ലാ ജോബ്സും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, മറ്റേ ആൾ വേറെ 3 ദിവസം. വീട്ടിലെ എല്ലാ ജോലികളും ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ ആ വീട് മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ കമ്പയർ ടു ആ ജനറേഷൻ. അല്ലെങ്കിൽ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ജനറേഷനിൽ ആ ഒരു എന്താ പറയുക, ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എപ്പോഴും നമുക്ക് 50-50 ആവാൻ പറ്റത്തില്ല. തിങ് അബൌട്ട് മാരേജസ് ചില ദിവസം ഞാൻ 90 ഇവൻ 10 ആയിരിക്കും, പല ദിവസങ്ങളിൽ ഞാൻ 5 ഇവനായിരിക്കും 95. അപ്പോൾ സോ അത് പറയാതെ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്കൊരിക്കലും ഞാൻ പുറത്തേക്ക് ഒരു ഷോയ്ക്കോ എന്തിനെങ്കിലും പോകുമ്പോൾ ഐ നെവർ വറീഡ് അബൌട്ട് how the house is going to be running, because there's somebody who is taking responsibility. He's very responsible അങ്ങനത്തെ കാര്യത്തിൽ എല്ലാത്തിലും. he is very responsible, basically നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്. നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും മുമ്പ് ഡേറ്റ് ചെയ്തില്ല? ഈവൻ ഞാനും ശരിയായിട്ടുണ്ടാവത്തില്ല ആ സമയത്ത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും ഇല്ലാതെ തന്നെ ഐ ഹാവ് അവിടെ ഇവിടെ ബാഗേജസ് ഉണ്ട്. നമ്മൾ രണ്ട് റിലീജിയനുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, ഇവള് ക്രിസ്ത്യൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കത്തേ ഇല്ല. പുള്ളിക്കാരി ഇറങ്ങി വന്ന് എന്നെ ഒരൊറ്റ അടിമുഖത്ത്. എനിക്ക് പുള്ളിക്കാരുടെ മുഖം, കാരണം ആ സമയത്ത് ഞാൻ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി നിൽക്കും. ഐ ക്രൈഡ് ഫോർ അറൌണ്ട് 5 hours.